നമ്മളെല്ലാവരും ക്രേവ് ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ട്, സ്നേഹം, ലവ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാകും, ചിലപ്പോഴത് അത് ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. നമ്മളെല്ലാവരും റിലീജിയനെ പറ്റി, പൊളിറ്റിക്സിനെ പറ്റി, കളർ, കാസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി നമുക്ക് അഭിപ്രായങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ലവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴോ, എസ്പെഷ്യലി അൺകണ്ടീഷണൽ ലവ്, നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലവ് എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് സഫറിങ് ഒന്നും കൊണ്ടുവരത്തില്ല. പക്ഷെ സഫറിങ് എപ്പോഴാണ് വരുന്നത്? നമ്മൾ ഈ പറയുന്ന ലവിന് കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. ആ വിശ്വാസം തന്നെയാണ് പല തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനും നമ്മുടെ ബാഡ് ബിഹേവിയർ പലരും അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇമോഷണൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇതിനെല്ലാത്തിനും പുറമെ നമ്മുടെ സെൽഫ് റെസ്പെക്ട് വരെ ഇല്ലാതാവാം. ആക്ച്വലി ഇതൊരു ഐറണിയാണ്. കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്ത് പണ്ട് ആളുകൾക്ക് സ്നേഹിക്കാൻ മാത്രം, അല്ലെങ്കിൽ സ്നേഹം എന്താന്ന് മാത്രം അറിയാവുന്നൊരു നാടായിരുന്നു. പക്ഷെ പല ഇൻവിസിബിൾ ഫോഴ്സുകൾ അവര് പോലും അറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് വന്ന് ആ ഒരു നിഷ്കളങ്കത ഇല്ലാതായി. ജീവിതത്തിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഐഡിയാസ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് ഒരാൾ നമ്മളെ കണ്ടീഷൻസ് ഇല്ലാതെ നമ്മളെ സ്നേഹിക്കും എന്നുള്ളതാണ്. നമ്മുടെ പാരൻസിന് പോലും അത് പലപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളെപ്പോഴും പറയുന്നത് വി ഫോൾ ഇൻ ലവ് എന്നാണ്. പക്ഷെ വി ആക്ച്വലി ഡോണ്ട് ഫോൾ ഇൻ ലവ്, വി ഫോൾ ഇൻ ടു എക്സ്പെക്ടേഷൻസ്. നമുക്ക് മനസ്സിലാവാത്ത ഇത് ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്ന ലവിനെ ബ്ലെയിം ചെയ്യണം എന്നൊന്നുമല്ല. ഇതിന്റെ പിന്നിലുള്ള സ്ട്രക്ചർ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നൊരു ആഗ്രഹത്തിന്റെ പിന്നിലാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഒരിക്കലൊരു സമയം ഉണ്ടായിരുന്നു, നമ്മുടെ കോളോ മെസ്സേജോ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സമയം, നമ്മൾ മാറ്റർ ചെയ്തിരുന്നൊരു സമയം. പക്ഷെ പയ്യെ അത് ഇല്ലാതായി. ആദ്യം നമ്മൾ അത് ശ്രദ്ധിച്ചൊന്നുമില്ല. റിപ്ലൈസ് എല്ലാം ചെറുതായി തുടങ്ങി, കോൾസ് ഇല്ലാതാവാൻ തുടങ്ങി. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിടത്തോണ്ട് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി എല്ലാം കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, ഇതൊക്കെ ഇപ്പോഴേ ഉള്ളൂ, എന്തെങ്കിലും പ്രശ്നം അവർക്ക് കാണും, ഇതൊക്കെ ശരിയാവും എന്നുള്ള സാധനം നമ്മൾ വിശ്വസിച്ചു തുടങ്ങി. പക്ഷെ ഇതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേ സമയം നമ്മളിൽ വർക്ക് ചെയ്യുന്ന കാര്യം കുറഞ്ഞു തുടങ്ങി. നമ്മളിലുള്ള ഫോക്കസ് മാറ്റി തുടങ്ങി. നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. കാരണം മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് ലവ് എപ്പോഴും ട്രാക്ക് ചെയ്യുന്നത് വാല്യൂവിനെയാണ്. ലവ് ഒരിക്കലും സ്റ്റേ ചെയ്യുന്ന നമ്മൾ നന്നായിരിക്കണം എന്നുള്ളൊരു ചിന്ത വെച്ചിട്ടല്ല, വാല്യൂവിൻ്റെ ബേസിലാണ് നമുക്ക് സ്നേഹം കിട്ടുന്നത്. ഇപ്പോൾ അവരുടെ ലൈഫിൽ നമ്മൾ മാറ്റർ ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറും. നമ്മൾ ഈ പറയുന്ന പ്രോസസ്സിൽ നമ്മുടെ എഫേർട്ട് കുറയുന്നതനുസരിച്ച് നമ്മളടുത്തുള്ള അട്രാക്ഷനും അല്ലെങ്കിൽ ലവും ഇല്ലാതായി തുടങ്ങും. നമ്മൾ റീപ്ലേസബിൾ ആയി തുടങ്ങും. ഓപ്ഷൻസ് എവിടെ നിന്നില്ലാതെ അപ്പിയർ ചെയ്യാൻ തുടങ്ങും. മിക്ക ആളുകളും സംസാരിക്കാത്തൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ടൈം ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മളത് പെട്ടെന്ന് ഇഗ്നോർ ചെയ്യും. ചിലപ്പം അത് ചെറിയൊരു സംസാരമായിരിക്കും, നമ്മൾ അത് പോട്ടെ ചെറിയൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിടും. ഒരു തമാശ പോലെ നമ്മളതങ്ങ് കളയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷേ നമ്മളൊന്നും പറയത്തില്ല, പോട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ അടുത്ത് പറയും അത് പോട്ടെ, കുഴപ്പമില്ല, എല്ലാവർക്കും ഫ്ലോസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കിതങ്ങ് ഇഗ്നോർ ചെയ്യാം. നമ്മളതിനങ്ങ് വിടും. ഇത് പിന്നും സംഭവിക്കും, പിന്നും സംഭവിക്കും. സംഭവിച്ച് നമ്മളെ ഇല്ലാതാക്കുന്ന രീതിയിൽ പിന്നും സംഭവിക്കും. കാരണം അവരതുമായിട്ട് യൂസ്ഡ് ആവും. വൺസ് നമ്മളെ ബോദർ ചെയ്ത കാര്യം നമ്മൾ പ്രത്യേകിച്ച് ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് നോർമലായിട്ട് മാറും. നമ്മളിത് പ്രതീക്ഷിക്കാൻ തുടങ്ങും, ഇങ്ങനെയായിരിക്കും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, ആ രീതിയിലേക്ക് വരെ മാറും. എന്തുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഒറ്റയ്ക്കാവും എന്നുള്ള പേടിയാണ്. ഒറ്റയ്ക്കായാൽ ഞാനൊരു ലൂസർ ആവും എന്നുള്ള പേടിയാണ്. എനിക്ക് പിന്നും ഇഷ്ടം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള പേടിയാണ്. ആ ആളെ പോലെ തന്നെ ഉള്ള വേറൊരാളെ കിട്ടില്ല എന്നുള്ള പേടിയാണ്. അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങും. നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ലോവർ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് പരിചയപ്പെട്ട ഒരാളോ നമുക്ക് തുടക്കത്തിൽ ഒരുപാട് നമുക്ക് അറ്റൻഷൻ തരുമായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമായിരുന്നു. നമുക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിപ്ലൈ തരും, വിളിച്ചാൽ പെട്ടെന്ന് കോൾ എടുക്കും. അവർ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ പതുക്കെ അവരുടെ എഫേർട്സ് കുറഞ്ഞു തുടങ്ങി. റിപ്ലൈസ് ലേറ്റായി തുടങ്ങി, പ്ലാൻസ് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി, അവർ അസ്യൂം ചെയ്യാൻ തുടങ്ങി നമ്മളെപ്പോഴും അവിടെ കാണും. അത് ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അവർ വന്ന് പറഞ്ഞൊന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരെ നമുക്ക് ഒറ്റ നിമിഷം കൊണ്ടൊന്നുമല്ല നഷ്ടപ്പെട്ടത്, വളരെ ഫേസ് ആയിട്ടായിരിക്കും നഷ്ടപ്പെട്ടത്. എന്തുകൊണ്ടായിരിക്കും? യൂഷ്വലി ഇത് സംഭവിക്കുന്നത് നമ്മൾ കൂടുതൽ അവൈലബിൾ ആകുന്ന സമയത്ത്, നമ്മളെ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും. നമ്മളൊരു ബുക്ക് പോലെ അവർ വായിക്കും, അതിന് ശേഷമായിരിക്കും പൊതുവിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. കാരണം ആളുകൾ ഒരുപാട് കൊടുത്ത ഒരു ഗിവറിനെ ഒന്നും ആയിരിക്കണമെന്നില്ല കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവർ വാല്യൂ ചെയ്യുന്ന ആളുകളായിരിക്കും.
അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പാടായിട്ടുള്ള ആളുകളായിരിക്കും. ഇതിനെപ്പറ്റി പൊതുവിൽ അങ്ങനെ ഒരുപാട് പേര് സംസാരിക്കാറൊന്നുമില്ല. പക്ഷേ നമ്മൾ കൂടുതൽ അവൈലബിൾ ആവുന്നതനുസരിച്ച് നമ്മളെ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമാവാൻ തുടങ്ങുന്ന സമയം തൊട്ട് നമ്മളെ ലൂസ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഈസി ആവുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ഇഷ്ടം ഇല്ലാതാവും. കാരണം കണ്ടീഷൻസ് ആണ് റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മുടെ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ലവ് എന്ന് പറയുന്നത് റെസ്പെക്റ്റിനെ ആയിരിക്കും എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം ലവ് ഒരിക്കലും ഫേക്ക് ആണെന്നല്ല. ലവ് റെസ്പോൺസീവ് ആണ്. റെസ്പോൺസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇൻറ്റൻഷനലി എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ ആരാണ്, നമ്മൾ എന്തൊക്കെ ടോളറേറ്റ് ചെയ്യും, നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് നമുക്കതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ മെട്രിക് വെച്ച് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഒരാൾ അൺകണ്ടീഷണലി ലവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരാളായി അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. ലവിന് ആക്ച്വലി കണ്ടീഷൻസ് ഉണ്ട്. രണ്ട് പാർട്ടികളും അഗ്രി ചെയ്യുന്ന കണ്ടീഷൻസ്. ഈ കൺട്രോൾ ഇല്ലാത്ത സ്നേഹം എന്ന് പറയുന്നത് കെയോസ് ആണ്. ഈഗോ വെച്ചിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് കൺട്രോളാണ്. നമ്മൾ അവയർനെസ് വെച്ചിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ പവർ ഇരിക്കുന്നത്. ആക്ച്വലി സ്നേഹം എന്ന് പറയുന്നത് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. സ്നേഹം നമ്മളെ ഒരിക്കലും ഫെയിൽ ചെയ്യാറില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ആണ് എപ്പോഴും നമ്മളെ ഫെയിൽ ചെയ്യുന്നത്. ആൻഡ് എപ്പോഴാണോ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഫെയിൽ ചെയ്യുന്നത് അപ്പോഴാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് ലവ് അൺകണ്ടീഷണൽ ആണ്.